ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം അല്ലിമഹേഷ്. ഇന്നും ഫുഡ് റെസിപ്പി തന്നെയാണ് ചെയ്യുന്നത്. വേറൊന്നുമല്ല, നൂലപ്പം. എല്ലാവർക്കും അറിയാവുന്ന നൂലപ്പം ഉണ്ടാക്കാനൊക്കെ ആയിട്ട്. പക്ഷേ അതിൽ നിന്ന് കുറച്ച് വ്യത്യാസം വരുത്തി എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പം ഒന്നാമത്തെ കാര്യം, ഇപ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ ഫുഡൊക്കെ കഴിക്കാൻ വലിയ മടിയാണ്. സ്കൂളൊക്കെ തുറന്ന് പോകാൻ, ഫുഡ് കഴിപ്പിക്കാനൊക്കെ വലിയ പാടാണ്. അപ്പം എന്നും ഒരേ രീതിയിലൊക്കെ ഫുഡ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ കഴിക്കാനൊക്കെ മടി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു ഇത്തിരി ചേഞ്ച് ആക്കിയൊക്കെ എങ്ങനെ നമുക്ക് ചെയ്യാവുന്നുള്ളൊരു വീഡിയോ അത്. അപ്പം അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ നൂലപ്പത്തിന് വേണ്ടിയിട്ട് മാവിന് മിക്സ് ചെയ്യാനായിട്ട് അല്പം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനതാ ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട് ഉടച്ച് അതിൻ്റെ നീരെടുത്തിട്ടുണ്ട്. അതും കൂടി ഒഴിച്ച് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ബീട്രൂട്ടിൻ്റെ നീരാണ്. അതൊന്ന് തിളയ്ക്കാനുള്ള സമയം ഒന്ന് കൊടുക്കാം നമുക്ക്. അപ്പോൾ എന്താ, നൂലപ്പത്തിന് കുഴയ്ക്കാനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. അത് ബീട്രൂട്ടാണ് മിക്സ് ചെയ്തേക്കുന്നത് നമ്മൾ. അപ്പം ബീട്രൂട്ട് ഗുണമുള്ള ഇതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം നമുക്ക് ആ മാവിലേക്ക് ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ഇടിയപ്പത്തിനുള്ള പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനോ രീതിയിൽ നമുക്ക് മിക്സ് ചെയ്യാൻ രീതിയിൽ നമ്മളിത് കുറേശ്ശെ ഒഴിച്ചൊഴിച്ച് നമുക്കത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ ഷോപ്പിലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഓരോരുത്തരൊക്കെ വന്ന് പറയുന്നതാ, ഇങ്ങനെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഫുഡൊക്കെ കൊടുക്കാനായിട്ടൊക്കെ വലിയ പാടാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് അതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നൊക്കെ ഇങ്ങനെ വെറൈറ്റി ആയിട്ടൊക്കെ ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. ആരെയും വെറുപ്പിക്കാനുള്ള വീഡിയോസൊന്നും അല്ല. ഒരു ചെറിയ ഫുഡിലൊക്കെ മാറ്റം വരുമെന്ന്. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെ ഫുഡ് കൊടുക്കാനൊക്കെ കുഞ്ഞുങ്ങൾക്ക് തന്നെന്നല്ല, വലിയവർക്കും ഇതേ രീതിയിലൊക്കെ ചെയ്യാവുന്ന എന്തായാലും ഗുണമുള്ള സാധനം തന്നെയാണ് ഇത് ചേർത്തേക്കുന്നത്. ബീട്രൂട്ടിൻ്റെ നീരും കൂടെ ചേർത്തേക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് നന്നായിട്ട് നൂലപ്പത്തിനുള്ള പരുവത്തിനാക്കിയെടുക്കാം. എന്താ, നമ്മൾ നൂലപ്പത്തിനുള്ള മാവ് നല്ല പാകത്തിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിത് കയ്യിൽ ഒട്ടാതിരിക്കാനും മാവ് നല്ല ഫിനിഷിങ് കിട്ടാനും വേണ്ടിയിട്ട് നമ്മൾ കയ്യിൽ ഒരു ഇച്ചിരി എണ്ണയോ നെയ്യോ തടവുന്നതും നല്ലതാണ്. അപ്പം നമുക്കിതിനൊന്ന് റെഡിയാക്കാനായിട്ട് നമ്മൾ ഇഡ്ഡലിക്കുട്ടത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് റെഡിയാക്കിയെടുക്കാം. നമ്മൾ അച്ചിലേക്ക് മാവ് വെച്ചിട്ടുണ്ട്. നമുക്കിത് റെഡിയാക്കിയെടുക്കാം. ഇങ്ങനെ ചുറ്റിച്ച് നമ്മൾ തട്ടിലൊരിച്ചിരി എണ്ണ തേച്ചിട്ടുണ്ട്. ഒരു പാടുമില്ല. ആ കളർ കണ്ടോ, ഒരു വ്യത്യാസമില്ല. നമ്മൾ സാധാ ഉണ്ടാക്കുന്നത്, നമ്മൾ തേങ്ങാപ്പീര എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മണ്ടയിലേക്ക് നമ്മൾ കുറച്ച് ഇങ്ങനെ ഇടുന്നുണ്ട്. നന്നായിട്ട് വെന്ത് നന്നായിട്ടൊക്കെ ആവി വരുന്നുണ്ട്. നല്ല കളറും ഉണ്ട്. ബീട്രൂട്ടിൻ്റെ ആ കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനെ പ്ലേറ്റിലേക്ക് മാറ്റാം. നന്നായിട്ട് വെന്ത് നന്നായിട്ടൊക്കെ ആവി വരുന്നുണ്ട്. നല്ല കളറും ഉണ്ട്. ബീട്രൂട്ടിൻ്റെ ആ കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനെ പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ നല്ല ഭംഗിയായിട്ട് നമുക്ക് നൂലപ്പം റെഡിയായിട്ടുണ്ട്. എങ്ങും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നമ്മൾ ആ തട്ടിൽ എണ്ണമയോ അല്പം പെരട്ടിയിട്ടുണ്ടായിരുന്നു. അതൊന്ന് തട്ടി പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. അല്ലാതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. നല്ല രീതിക്ക് കെട്ടിയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതിന് ഒരു കറികളുടെ ആവശ്യമില്ലെന്നുള്ളതാണ്. നമുക്ക് ഇതിനായിട്ടുള്ള കോമ്പിനേഷൻ ഞാൻ തയ്യാറാക്കി വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ ഇതാ തേങ്ങാപ്പാൽ, നല്ല തേങ്ങാപ്പാൽ നമ്മൾ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ട് അല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തു വെച്ചേക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത്, ഇതിന് കറിയിൽ കൂടുതൽ ഏറ്റവും നല്ലതായിട്ട് കഴിക്കാൻ ടേസ്റ്റ് തേങ്ങാപ്പാൽ തന്നെയാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ആ തേങ്ങാപ്പാലിൽ അല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്കിനി ഇതൊന്ന് കഴിച്ച് നോക്കാം, ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന്. ഇതൊന്ന് കഴിച്ച് നോക്കാം. ഇത് തേങ്ങാപ്പാലും ഒക്കെ ഒഴിച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിത് ഇങ്ങനെ കഴിച്ചിട്ടുണ്ട്. എനിക്ക് ഈ നൂലപ്പം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത, ഇനി ചിക്കനല്ല ബീഫല്ല എന്ത് കറിയെന്ന് പറഞ്ഞാലും എനിക്ക് നൂലപ്പം ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സാധനമായത്. അപ്പം നമ്മളിതാ തേങ്ങാപ്പാലിലേക്ക് ഇതൊക്കെ ഒഴിച്ച് ഇടിയപ്പത്തിലേക്ക് ഒഴിച്ച് വേണ്ട നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിത് തമാശയ്ക്ക് പറയുന്നതല്ല, നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
ടേസ്റ്റാണെന്നറിയോ? തേങ്ങാപ്പാലിൻ്റെയൊക്കെ ആ മാതിരി ടേസ്റ്റാണ്. ഇതൊരെണ്ണമല്ല, രണ്ടെണ്ണവും നമ്മൾ കഴിക്കും. ഈ രീതിയിൽ കഴിക്കുവാണെങ്കിൽ നിങ്ങളുണ്ടെങ്കിൽ നോക്കിക്കോ, ഒരു കറിയുടെ ആവശ്യമില്ല. കുട്ടികളൊക്കെ ഭയങ്കര ടേസ്റ്റായിട്ട് ഇത് കഴിച്ചോളും കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് നോക്കും. ഇങ്ങനെയൊക്കെ കൊടുക്കുമായിരിക്കാം, സാധ്യതയുണ്ട് എല്ലാവരും. എന്നാലും അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് കഴിച്ച് നോക്കിയിട്ട് കമൻ്റൊക്കെ ഇട്. താല്പര്യമുള്ളവരൊക്കെ ഒന്ന് അഭിപ്രായമൊക്കെ പറ. ഇനി അടുത്ത ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പിയുമായി വരുന്നിടം വരെ ബൈ.